KCYയും തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും യുവജനങ്ങളുടെ ഉറ്റ സുഹൃത്തുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഒത്തിരി സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങളെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത വിഷയം സ്വർഗം, നരകം, ശുദ്ധീകരണാത്മാക്കൾ തുടങ്ങിയ വിഷയങ്ങളാണ്. ഈ എപ്പിസോഡിൽ നാം മാലാഖമാരെക്കുറിച്ചാണ് ചിന്തിക്കുക. നമുക്ക് ഒരുപാട് മാലാഖമാരെക്കുറിച്ച് സഭയിൽ പഠനങ്ങളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. അല്ല പിതാവേ? തീർച്ചയായും. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന ആരാണ്? പിതാവേ, എൻ്റെ പേര് സോന. എൻ്റെ ചോദ്യം ഇതാണ്: ആരാണ് മാലാഖമാർ? മനുഷ്യർക്ക് ദൈവകൃപ ലഭിക്കുന്നതിൽ മാലാഖമാരുടെ ആവശ്യമുണ്ടോ? ദൈവമനുഷ്യ ബന്ധത്തിൽ മാലാഖമാരുടെ പ്രസക്തിയെക്കുറിച്ച് വ്യക്തമാക്കാമോ? യെസ്, യുവജന മതബോധന ഗ്രന്ഥത്തിൽ മാലാഖമാരെക്കുറിച്ച് ഉള്ള പാഠഭാഗമാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ആധാരം, അല്ലേ? യെസ്, മാലാഖമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയുണ്ട്, അല്ലേ? വളരെ നിഷ്കളങ്കമായ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖമുള്ള, ചിറക് വിരുത്തി പറന്നു നടക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ദൈവിക സന്ദേശം എത്തിക്കുന്ന മാലാഖമാരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാലാഖമാരെക്കുറിച്ച് അവർ വളരെ കർക്കശമായി ശിക്ഷാവിധി നടപ്പിലാക്കുന്ന മാലാഖമാരെയും നമ്മൾ കാണുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേൽ ഉഗ്രസർപ്പമായ സാത്താനോട് ഏറ്റുമുട്ടി അതിനെ വെട്ടി വീഴ്ത്തി ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ മാലാഖമാർ ചില്ലറ പാർട്ടികളല്ല. മര്യാദക്കാരോട് മര്യാദയും, നേരിടേണ്ടവരെ ആ രീതിയിലും നേരിടുന്നവരാണ് മാലാഖമാർ എന്ന് നമുക്ക് ന്യായമായി മോഹിക്കാം. ഇവിടെ മാലാഖമാരെക്കുറിച്ച്, മാലാഖമാർ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ശുശ്രൂഷകരാണ്. ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുന്ന, നിരന്തരം ദൈവത്തിൽ സന്തോഷിക്കുന്ന, ദൈവത്തെ കണ്ടുകൊണ്ട് തങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സാഫല്യം സ്വന്തമാക്കുന്നവരാണ് മാലാഖമാർ. അതുകൊണ്ട് ഈ മാലാഖമാരുടെ സഹായം മനുഷ്യന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, മാലാഖയെ കണ്ടില്ലേലും, മാലാഖ നമ്മുടെ അടുത്ത് വന്നില്ലേലും നമ്മൾ സ്വർഗത്തിൽ പോകും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ കർത്താവിൻ്റെ മാലാഖ തന്നെ അവിടുത്തെ സന്ദേശവുമായി മനുഷ്യരുടെ അടുക്കൽ വരും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തെ തേടി ഇറങ്ങി വന്നു, അല്ലേ? ആ ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. പരിശുദ്ധ മറിയത്തെ മംഗളവാർത്ത അറിയിച്ച ആ ഗബ്രിയേലിൻ്റെ ദൗത്യം വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വഴിയൊരുക്കിയ ക്രിസ്തു സംഭവത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായിരുന്നു, അല്ലേ? അതുകൊണ്ട് മാലാഖമാർക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും രക്ഷാകര ചരിത്രത്തിൽ മാലാഖമാർക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. രക്ഷാകര ചരിത്രത്തെ ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിക്കുകയും ആ നിശ്ചിത സന്ദർഭങ്ങളിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവഹിതം അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മാലാഖമാരുടെ പ്രത്യേകത. യൗസേപ്പിതാവ് വളരെ അസ്വസ്ഥനും ദുഃഖിതനുമായിരുന്ന ഒരു രാത്രിയിൽ മാലാഖ യൗസേപ്പിൻ്റെ അടുക്കൽ വന്നു, അല്ലേ? എന്നിട്ട് പറഞ്ഞു, യൗസേപ്പെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേലായ അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈ സത്യമൊക്കെയും യൗസേപ്പിതാവിന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? മാലാഖമാർ. അപ്പം നമുക്ക് മാലാഖയുടെ മറ്റൊരു ദൗത്യമാണ്, മനുഷ്യൻ
സ്വയമേവ ചിന്തിച്ച് ഒരു ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുമ്പോൾ, ഇനി ഏതാണ് വഴി, എതിരെ പോകണം എന്ന് വിചാരിച്ച് പതറി നിൽക്കുമ്പോൾ, മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം വെളിപ്പെടുത്താനായി കടന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ അപകടങ്ങളിൽ പെടുവാൻ സാധ്യതയുള്ളപ്പോൾ മാലാഖമാർ വീണ്ടും വരും. അതാണ് മാലാഖ ഉണ്ണീശോയെ കൊല്ലാൻ ഹെറോദേസ് ആലോചിക്കുന്നു എന്ന വാർത്ത യോസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്. ഇതേ യോസേപ്പെ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേഗം ഈജിപ്തിലേക്ക് പൊക്കോ, ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നോക്കിയേ, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മാലാഖമാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വീണ്ടും നമ്മൾ സമാനമായ ഇടപെടൽ തിരുക്കുടുംബം തിരികെ എത്തുമ്പോൾ അർക്കലാവൂസ് എന്ന ദുഷ്ടനായ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് യോസേപ്പ് പിതാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് മാലാഖയാണ്. അപ്പോൾ മാലാഖമാർ ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഉള്ള സന്ദേശം കൊടുക്കുക മാത്രമല്ല, അങ്ങനെ ജീവിക്കാൻ മനുഷ്യനെ നിരന്തരം ബലപ്പെടുത്തുകയും ചെയ്യുന്ന സാന്നിധ്യങ്ങളാണ് മാലാഖമാർ എന്ന് നമുക്കറിയാം. വീണ്ടും നമ്മൾ മറ്റൊരു പ്രധാന മാലാഖയെ, റഫായേൽ മാലാഖയെ കാണുന്നു. യാത്രക്കാരുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. ആ മാലാഖ തോബിയാസിന്, വഴിയറിയാതെ അലഞ്ഞ തോബിയാസിന് ലക്ഷ്യത്തിലെത്തിക്കാനും ദൗത്യം നിറവേറ്റി തിരികെ വരാനും നരകപിശാചിനെ തോൽപ്പിക്കാനുമുള്ള ശക്തി പകർന്നു കൊടുക്കുന്നത് റഫായേൽ മാലാഖ. അതുകൊണ്ട് തന്നെ മാലാഖമാരുടെ സ്ഥാനമെന്ത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ വിവരണങ്ങൾ തന്നെയാണ് നമുക്ക് ശരിയായ ഉത്തരം പകർന്നു തരുന്നത് എന്ന സത്യം ഓർക്കുക. അവരെ കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം എന്താ? സ്വർഗത്തിൽ പോകാൻ ഈശോമിശിഹായുടെ സഹായം മാത്രം നമുക്ക് വേണം. ബാക്കി എല്ലാവരും നമ്മളെ ഈശോമിശിഹായിലേക്ക് ആനയിക്കാനുള്ളവരാണ്. വിശുദ്ധരുടെ മാധ്യസ്ഥവും മാലാഖമാരുടെ മാധ്യസ്ഥവും ഒക്കെ. അതിൽ ആരുടെയെങ്കിലും ഒരാളുടെ മാധ്യസ്ഥം കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈശോമിശിഹായെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകാനുള്ള യഥാർത്ഥ വഴി. മാലാഖമാരെക്കുറിച്ച് പിതാവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പങ്കുവച്ചു തന്നു. സോനയുടെ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നന്ദി പിതാവേ. താങ്ക് യു സോന. നമുക്ക് വീണ്ടും ഒരു ചോദ്യത്തിലേക്ക് പോകാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ആൽബർട്ടാണ് ചോദിക്കുന്നത്. ആൽബർട്ട് ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ കാവൽ മാലാഖമാരെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും കാവൽ മാലാഖമാരുടെ കാവലും സംരക്ഷണവും ലഭിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും മനുഷ്യർക്ക് അപകടവും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ കാവൽ മാലാഖമാരുടെ മുന്നറിയിപ്പുകൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? യെസ് ആൽബർട്ട്. ആൽബർട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു. ഡിഗ്രി പഠിക്കുന്നു അല്ലേ? ഏത് കോളേജിലാണ്? എടത്തൊട്ടി ഡീപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓക്കെ. എന്നാ വിഷയം പഠിക്കുന്നത്? ബികോം. ബികോം. ബികോമും മാലാഖമാരും തമ്മിൽ എന്നാ ബന്ധമായിരിക്കുന്നു അല്ലേ? യെസ്, ബികോം പഠിക്കുന്നവരെ മാലാഖമാർ സംരക്ഷിക്കും ആൽബർട്ട്. അതായത് ഈ മാലാഖമാർ, കാവൽ മാലാഖമാർ, അതെ, ക്രിസ്തുമസിൻ്റെ അന്ന് നമ്മൾ പാടുന്ന കാവൽ മാലാഖയുടെ അതീവ സുന്ദരമായ ഒരു പാട്ടുണ്ട് അല്ലേ? നിങ്ങൾ പാട്ടുകാരുണ്ടോ? കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ എന്നും പറഞ്ഞ് ഈ മാലാഖമാരോട് നടത്തുന്ന ഒരു പ്രാർത്ഥന. എന്തുകൊണ്ടാണ്? ഉണ്ണീശോ പുൽത്തോട്ടിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ണടയ്ക്കരുതേ. ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളും തിരിച്ചറിയേണ്ടത്, കണ്ണിമ വെട്ടാതെ നമ്മളെ നോക്കി ദൈവഹിതപ്രകാരം നമ്മളെ നയിക്കാനുള്ള കൊതിയോടെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു കാവൽ മാലാഖയുണ്ട്. ഈ കാവൽ മാലാഖ എന്ന് പറയുന്നത് നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രകാശനമാണ് നമ്മിലേക്ക്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത്, ദൈവം നമ്മിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന സാന്നിധ്യമാണ് കാവൽ മാലാഖമാർ. അതുകൊണ്ട് കാവൽ മാലാഖമാർ ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ? നിങ്ങളുടെ കാവൽ മാലാഖയോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കാവൽ മാലാഖയോടെന്നും പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് കൈവക്കി.
ഒരു മനുഷ്യനുമില്ല. എന്നാ കാവൽ മാലാഖ ഇല്ലേ? പിന്നെ കാവൽ മാലാഖയുടെ സംരക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ ആൽബർട്ട്? കാവൽ മാലാഖ നമ്മുടെ കൂടെ ഉണ്ടെന്നും കാവൽ മാലാഖയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സഹായത്തെക്കുറിച്ച് നമ്മൾക്ക് അവബോധം ഉണ്ടാകുന്നത്. ഈ കാവൽ മാലാഖമാർ നമ്മളെ സംരക്ഷിക്കാനുണ്ടായിട്ട് നമ്മൾ അപകടങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവിക പദ്ധതി പ്രകാരം ഒരാൾ ഇന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ടാകും. ആ സമയത്ത് കാവൽ മാലാഖ അയാളെ സംരക്ഷിച്ച് പെടുത്താതിരിക്കുകയല്ലേ ചെയ്യുന്നത്. ആ സഹനത്തിലൂടെ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ദൂത് മാലാഖ നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് സഹനങ്ങളെല്ലാം അപകടങ്ങളെല്ലാം ദൈവം കൈവിട്ടതിൻ്റെയോ മാലാഖ സംരക്ഷിക്കാത്തതിൻ്റെയോ ലക്ഷണമല്ല, മറിച്ച് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തിയായി എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി വീണ്ടും കാവൽ മാലാഖമാരുടെ സ്വരം കേൾക്കണമെന്നുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധിയോടെ സംരക്ഷിക്കണം. ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ മാലാഖയുടെ സ്വരം കേൾക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെല്ലാത്തരം തിന്മകളിലും ആവേശത്തോടെ മുഴുകി സകല പാപങ്ങളും ചെയ്ത് കിട്ടാവുന്നിടത്തോളം കള്ളും കുടിച്ച് എവിടുന്നെല്ലാം ലഹരി വസ്തുക്കൾ കിട്ടി അതെല്ലാം പുകച്ചും വലിച്ചും നടന്നേച്ച് മാലാഖയുടെ സ്വരം കേട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യവുമില്ല. അന്നേരം കേൾക്കുന്നത് മാലാഖമാരുടെ സ്വരമല്ല, ചെകുത്താന്മാരുടെ സ്വരമാണ്. അതാണ് പ്രശ്നം. നമ്മൾ കാവൽ മാലാഖമാരെ കേൾക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഈ തിന്മയുടെ ശക്തികളായ നരകപിശാചുക്കളുടെ സ്വരവും അട്ടഹാസവുമാണ്. അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നാം അപകടങ്ങളിൽ പെടുന്നത്. നന്നായി പഠിക്കാൻ കാവൽ മാലാഖ 100 വട്ടം പറഞ്ഞതാണ്, ഒരു വാക്ക് കേട്ടില്ല. എന്നിട്ട് സകല വിഷയത്തിന് സപ്ലി മേടിച്ചു. കാവൽ മാലാഖയുടെ കുഴപ്പമാണത്? അല്ല, നമ്മൾ കാവൽ മാലാഖയെ അനുസരിച്ചില്ല. അനുസരിച്ചത് ആരെയാണ്? ഈ ദുഷ്ടാരൂപികളെയാണ് നമ്മൾ അനുസരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അപകടത്തിൽപ്പെടുന്നത്. കാവൽ മാലാഖ പാവം, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കാവൽ മാലാഖയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ആ മാലാഖയുടെ മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. ആൽബർട്ട്, കാവൽ മാലാഖമാരുടെ സ്ഥാനം എത്രമാത്രമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പിതാവ് നമുക്ക് പങ്കുവച്ചു തന്നു. ആൽബർട്ടിന് പൂർണ്ണമായി അതിൻ്റെ ഉത്തരം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുക. താങ്ക് യു പിതാവ്. താങ്ക് യു ആൽബർട്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് ഏഞ്ചൽ. എൻ്റെ ചോദ്യം ഇതാണ്: മാലാഖമാർക്കും നമുക്കും പരസ്പരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമോ? പരസ്പര പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ശരിക്കും ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവസന്നിധിയിൽ എത്തിക്കുക എന്ന ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മെ നിരന്തരം സഹായിക്കാൻ മാലാഖമാർ സദാ ഉത്സുകരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ മാലാഖമാർക്ക് ഭയങ്കര താല്പര്യമാണ്. ഏഞ്ചലിൻ്റെ പേര് തന്നെ എന്താണ്? മാലാഖ എന്നാണ്, അല്ലയോ? അപ്പോൾ ഏഞ്ചൽ മാലാഖമാരെ സംശയിക്കരുത്. ഒരു മാലാഖ തന്നെയായി ഏഞ്ചൽ മാറണം, അല്ലേ? അതാണ് ഏഞ്ചൽ എന്ന പേര് മാതാപിതാക്കൾ ഇട്ട് തന്നത്. ആ ഏഞ്ചൽ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മാലാഖമാർ നിരന്തരം നമ്മളെ സഹായിക്കാൻ സന്നദ്ധരാണ്. അവരതിനുള്ള ഓരോ അവസരവും നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഓരോ വഴികളും തെറ്റുമ്പോൾ കാവൽ മാലാഖ കണ്ണുനീരോടെ വന്ന് പറയും, ഏഞ്ചലെ ആ വഴിക്ക് പോകല്ല്, ഇതാണ് നിനക്കുള്ള വഴി, ഈ തീരുമാനമാണ് നീ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരമായി ഈ മാലാഖ പ്രേരിപ്പിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യം. അതുകൊണ്ട് മാലാഖമാർക്ക് നമ്മുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ സന്നദ്ധമാണ്. അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യേക ഉത്തരവാദിത്വം തന്നെയുണ്ട്.
പ്രത്യേകിച്ച് നരകപിശാചിനെ തോൽപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ദൈവം പ്രത്യേക ദൗത്യം ഭരമേൽപ്പിച്ച മീഖായേൽ മാലാഖയോട് നമ്മളെല്ലാവരും സവിശേഷമായി പ്രാർത്ഥിക്കണം. സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യം തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടനെ വിശുദ്ധ മീഖായേൽ മാലാഖയോട് പ്രാർത്ഥിച്ച് ശക്തി നേടിയിട്ടുമാണ് വിശ്വാസികൾ പള്ളി വിട്ടിറങ്ങിയിരുന്നത്. കാരണം എന്താണ്? പള്ളിയിൽ നിന്ന് കൃപാവരത്തോടെ പുറത്തിറങ്ങുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി നരകപിശാചുക്കൾ കാവൽ നിൽക്കുന്നതിനാൽ പരിശുദ്ധ മീഖായേലിൻ്റെ സംരക്ഷണം തേടി പോകുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. എന്നതുപോലെ മാലാഖമാരുടെ നിരന്തരമായ സംരക്ഷണവും മാധ്യസ്ഥവും നമുക്ക് സഹായകമാണ്. അതുപോലെ തന്നെ മാലാഖമാർക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? നമ്മൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാലാഖ വളരെ സന്തുഷ്ടമാണ്. നമ്മൾ തോന്നിയാസം പറഞ്ഞും കളിച്ചും ജീവിക്കുമ്പോൾ മാലാഖ ഏറെ ദുഃഖിതയാണ്. അതുകൊണ്ട് ഏഞ്ചലിൻ്റെ മാലാഖയെ ഏഞ്ചൽ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാൻ നന്മയുടെ വഴിയിൽ നടക്കും. മാലാഖമാരെ കുറിച്ചുള്ള ഏഞ്ചലിൻ്റെ ചോദ്യത്തിന് പൂർണ്ണമായി ഉത്തരം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുക. തീർച്ചയായും. താങ്ക് യു പിതാവേ. താങ്ക് യു ഏഞ്ചൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പിതാവേ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. മിഖായേൽ, റാഫേൽ, ഗബ്രിയേൽ എന്നീ മാലാഖമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മാലാഖമാരുണ്ടോ? അവരുടെയൊക്കെ ദൗത്യം എന്താണ്? യെസ്, മാലാഖമാർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് മാലാഖമാരുടെ എണ്ണം ചോദിച്ചാൽ എന്നാ പേര് പറഞ്ഞേ? ആൽബി. മാലാഖമാരുടെ എണ്ണം ചോദിച്ചാൽ ആൽബി എന്തുമാത്രം മാലാഖമാരുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖ വീതമുണ്ട്, അല്ലേ? എത്രയോ കോടാനുകൂടി മനുഷ്യർ ഇതിനോടകം ഇവിടെ ഭൂമിമുഖത്ത് ജനിച്ച് മരിച്ചു. അവരുടെ എല്ലാം മാലാഖമാരുണ്ട്, അല്ലേ? നമ്മൾ സ്വർഗത്തിലെത്തുന്നത് വരെ ആ മാലാഖ നമ്മുടെ കൂട്ടിനുണ്ട് എന്നുള്ള സത്യം. നരകത്തിൽ പോയാൽ മാലാഖയ്ക്ക് പിന്നെ പണിയില്ല. മാലാഖ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകും. കാരണം മാലാഖയ്ക്ക് നരകത്തിൽ പോകാൻ പറ്റിയല്ല. അവരുടെ ചേട്ടനായൊരു മാലാഖ പണ്ട് അവിടെ പോയതാണ്. പിന്നെ ഒരു മാലാഖായി ആ വഴിക്ക് പോയിട്ടില്ല. അതാണ് ലൂസിഫർ. ഏതാണെങ്കിലും ശരി, ഈ മാലാഖമാരുടെ എണ്ണം പറഞ്ഞാൽ കോടാനുകോടി മാലാഖമാരാണ്. മാലാഖമാരെ പല ഗണങ്ങളായി തിരിക്കാറുണ്ട്. കെരൂബിം, സെറാഫിം, മുഖ്യദൂതന്മാർ, ശ്രാപ്പയന്മാർ, അതുപോലെ തന്നെ പ്രബോധകന്മാർ, ഇങ്ങനെ അനേക വൃന്ദം മാലാഖമാരെക്കുറിച്ച് നമുക്ക് സൂചനകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. കൃത്യമായും നമ്മൾ ഈ മാലാഖമാരുടെ വ്യൂഹങ്ങളെക്കുറിച്ച് ഉള്ള പരോക്ഷ സൂചനകളും ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സൂചനകളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് മാലാഖമാരുടെ എണ്ണത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈശോയെ പിടിക്കുവാൻ വേണ്ടി വന്നവരിൽ ഒരാളായ മാൽക്കൂസിനെ പത്രോസ് വാളൂരി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നു, പത്രോസെ വാള് നിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ 14 വൃന്ദം മാലാഖമാരെ വിട്ട് അവിടുന്ന് എന്നെ രക്ഷിക്കുമായിരുന്നില്ല. ഒരു വൃന്ദം മാലാഖ എന്ന് പറഞ്ഞാൽ, ഒരു വൃന്ദം എന്ന് പറഞ്ഞാൽ 10,000 എണ്ണമാണ്. അങ്ങനെ അത്രയും മാലാഖമാരെ സൈന്യവ്യൂഹങ്ങളായി സ്വർഗത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടോ എന്നാണ്. നരകപിശാച് ഏറ്റവും ഭയപ്പെടുന്നത് മാലാഖമാരെയും അവരുടെ സംരക്ഷണത്തെയുമാണ്. അതുകൊണ്ട് ഈ മാലാഖമാരൊക്കെയും പ്രത്യേക ദൗത്യവാഹകരാണ്. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് അറിയപ്പെടുന്നത്. റഫായേൽ മാലാഖ, റഫായേൽ സാധാരണഗതിയിൽ യാത്രക്കാരുടെ മധ്യസ്ഥനാണ്. യാത്രയൊക്കെ പോകുമ്പോൾ വിശുദ്ധ റഫായേലെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. കാര്യം സാധിക്കുന്നതിന്, ലക്ഷ്യത്തിലെത്തുന്നതിന് അപകടം കൂടാതെയുള്ള യാത്രയ്ക്ക് വിശുദ്ധ റഫായേലിൻ്റെ സംരക്ഷണം തേടുന്നത് വളരെ നല്ലതാണ് എന്നുള്ള ഒരു വിശ്വാസം സഭയിൽ പരമ്പരാഗതമായുണ്ട്.
മീഖായേൽ മാലാഖയെ നമ്മൾ വിളിക്കുന്നത് വലിയ പ്രലോഭനങ്ങൾ, പാപകരമായ സാഹചര്യങ്ങളുടെ സ്വാധീനം ഒക്കെ വരുമ്പോൾ മീഖായേലിനെ വിളിക്കണം. കാരണം നരകപിശാചിനോട് പോരാടി നമ്മളെ ആ പാപകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വിശുദ്ധ മീഖായേലിനാണ് ദൈവം ദൗത്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനേകം മാലാഖമാരുണ്ട്. ഈ 3 പ്രധാന മാലാഖമാരായി ബൈബിളിൽ പറഞ്ഞവർക്ക് വ്യത്യസ്ത ദൗത്യങ്ങളാണുള്ളത്. ഇതുപോലെ ഓരോ മാലാഖമാർക്കും ദൈവം ഓരോരോ ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതാണേലും എല്ലാവരുടെയും കൂടി നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അരമനസ്സ് വെച്ചാൽ ബാക്കി മാലാഖമാർ സഹായിക്കും. താങ്ക് യു പിതാവേ. ആൽവിയുടെ ചോദ്യത്തിന് പൂർണ്ണമായ ഒരു ഉത്തരം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുക. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ആരാണ് ചോദിക്കുന്നത്? പിതാവ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. കാവൽ മാലാഖമാർ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് പിതാവ് പറയുകയുണ്ടായി. അപ്പം ഞാനെന്നല്ല, കാവൽ മാലാഖയെ വിശ്വസിക്കുന്നില്ലെങ്കിലും കാവൽ മാലാഖയുടെ സംരക്ഷണം ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ലഭിക്കുമോ? അപ്പം സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കാതെ നന്മകൾ ചെയ്ത് മാത്രം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകാൻ സാധ്യത? എൻ്റെ സംശയങ്ങളാണ്, പിതാവ് ഒന്ന് വ്യക്തമാക്കിയാൽ. യെസ്, അവൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, കാവൽ മാലാഖമാർ നമ്മുടെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണോ അല്ലാത്തവർക്ക് കാവൽ മാലാഖമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം ഒരു വിവേചനം ആരോടും കാണിക്കുകയില്ല. താൻ സൃഷ്ടിച്ച സകല മനുഷ്യർക്കും ദൈവം കാവൽ മാലാഖമാരെ നൽകുന്നുണ്ട്. സൃഷ്ടാവിൻ്റെ ഒരു കാരുണ്യമാണ് കാവൽ മാലാഖയുടെ സാന്നിധ്യം. പക്ഷേ പലപ്പോഴും ഈ കാവൽ മാലാഖയെ അവഗണിച്ച് ജീവിച്ചാൽ കാവൽ മാലാഖയ്ക്ക് ഒന്നും ചെയ്യത്തില്ല. കാവൽ മാലാഖ നമ്മളെ ബലമായിട്ട് കൊണ്ട് ഇട്ട ഇഞ്ഞിള തുടങ്ങിയ അക്ഷരമൊന്നും എഴുതിക്കാൻ പോകുന്നില്ല. മറിച്ച് കാവൽ മാലാഖ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ആ സ്വരം നമ്മൾ അവഗണിക്കുകയാണ്. എന്നാ കാവൽ മാലാഖ, നിൻ്റെ വഴി നോക്ക് എന്ന് പറഞ്ഞ് കാവൽ മാലാഖയെ ആക്ഷേപിച്ചും ആട്ടി ഓടിച്ചും നമ്മൾ ജീവിച്ചാൽ കാവൽ മാലാഖ ഹൃദയവേദനയോടെ നമ്മളെ അനുയാത്ര ചെയ്യും. കിട്ടുന്ന എല്ലാ അവസരത്തിലും നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ നന്മയുടെ പക്ഷത്ത് നിൽക്കാനുള്ള മനസ്സ്, നന്മയുടെ പക്ഷം എന്ന് പറഞ്ഞാൽ ഈശോയുടെ പക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ കാവൽ മാലാഖയുടെ ഈ ഇടപെടലുകളെ, സംസാരത്തെ, ഈ മാർഗനിർദ്ദേശങ്ങളെ ഒക്കെയും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കുക. എല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ട്. പക്ഷേ നമ്മളും കൂടി മനസ്സ് വെച്ചാലേ കാവൽ മാലാഖയുടെ സഹായം അനുഭവിക്കാൻ സാധിക്കൂ. സ്വർഗവും നരകവും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ പ്രസക്തമല്ല. നന്മ ചെയ്ത് ജീവിച്ചാൽ പോരെ എന്നുള്ള ചിന്തിക്കുന്നവരുണ്ട്. അതാണ് അവൻ പറഞ്ഞ ഒരു കാര്യം, അല്ലേ? സ്വർഗവും നരകവും ഉണ്ടോ ഇല്ലയോ, നന്മ ചെയ്ത് ജീവിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. നന്മ ചെയ്ത് ജീവിച്ചാൽ ഈ ഭൂമിയിൽ ഇപ്പം രാഷ്ട്രീയക്കാർ നന്മ ചെയ്യാറുണ്ട്, അല്ലേ? അഭിനൊരു യുവ രാഷ്ട്രീയ നേതാവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നന്മ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ നന്മ ചെയ്യാറുണ്ട്. ആ നന്മ അവർ ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒരു ജനപിന്തുണ ഉറപ്പിക്കുക എന്നുള്ളത്. അല്ലൊരു MLA നന്മ ചെയ്യുന്നു, ഒരു MP നന്മ ചെയ്യുന്നു, ഒക്കെയും അതിനൊരു ലക്ഷ്യമുണ്ട്, ഇല്ലേ? സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന നന്മയ്ക്ക് മാത്രമേ, എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന നന്മകളാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. വിശ്വാസമില്ലാത്തവർ നന്മ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പക്ഷേ ആ നന്മകൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നം വ്യക്തിപരമായ നിക്ഷിപ്തമായ ഒരു ലക്ഷ്യം ആ നന്മകൾക്കുണ്ട്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാകുമ്പോഴാണ് ആ നന്മകൾ വിശാലമായ ചക്രവാളത്തോളം എത്തുന്ന നന്മകളായിത്തീരും. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും കൊല നടത്തുകയും ചെയ്യുന്നവർ പോലും നന്മ ചെയ്യാറുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ വെട്ടിവീഴ്ത്തുന്നവർ, അവരുടെ വിചാരം അവരൊരു വലിയ നന്മ ചെയ്യുന്നതെന്ന്. അവരുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കൊല നടത്തി അതൊരു വലിയ നന്മയായിട്ടാണ് അവർ കരുതുന്നത്. പക്ഷേ ആ നന്മ ശരിയായ നന്മയല്ല. കാരണം അത് സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെയുള്ള നന്മയാണ്. നമ്മുടെ നന്മ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ പ്രതി ആകാതിരിക്കണമെങ്കിൽ ദൈവപിതാവ് എന്നുള്ള വിശ്വാസം
നന്മ ചെയ്യാൻ വേണ്ടി ഈശോ മിശിഹായിൽ വിശ്വസിക്കണം എന്ന് അർത്ഥമില്ല. അതേസമയം നിൻ്റെ നന്മകൾ നിത്യതയോളം എത്തണമെങ്കിൽ അതിന് ഈശോ മിശിഹ എന്ന ഏക രക്ഷകനെ നീ സ്വീകരിക്കണം ജീവിതത്തിൻ്റെ നാഥനായിട്ട്. അബിൻ്റെ ചോദ്യത്തിന് പിതാവ് വളരെ വ്യക്തമായിട്ട് മറുപടി നൽകി എന്ന് വിശ്വസിക്കുന്നു. അഭിമന്യ പിതാവെ, മാലാഖമാരെ കുറിച്ച് വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് ഈ സെക്ഷനിൽ പിതാവ് പറഞ്ഞു തന്നു. പിതാവിന് ഒത്തിരി സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ചോദ്യം ചോദിക്കുവാനായിട്ട് ഞങ്ങളോടൊപ്പമായിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയി ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങൾക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാനും നല്ല ഉത്തരങ്ങൾ കണ്ടെത്തുവാനും വീണ്ടും നല്ലൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.